നമ്മുടെ ചുറ്റുപാടിലും ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യർക്ക് ചെറിയൊരു കൈത്താങ്ങായിട്ട് മാറുക, ഒരു ഹെൽപ്പ് ലൈൻ ഓഫീസായിട്ട് മാറുക, സഞ്ചരിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഓഫീസായിട്ട് മാറുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കൈത്താങ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് കൂടുതൽ ആളുകൾക്ക് അത് ഒരു എളിയ ചെറിയ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തുടർ ദിവസങ്ങളിൽ നമ്മൾ സജീവമായിട്ടുണ്ടാവും. നമ്മളെ ജോലിൻ്റെ ഒഴിവ് സമയങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തന പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും 2-3 മണിക്കൂർ നമ്മുടെ ജോലിൻ്റെ ഒഴിവ് സമയങ്ങൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സമയം നീക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒറ്റപ്പെട്ട നമ്മളെ ജോലിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റ്, ബിൽഡിംഗ് സൈറ്റുകൾ, ഇവിടെയൊക്കെയാണ് നമ്മുടെ ജോലി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒഴിവ് സമയങ്ങൾ നോക്കിയിട്ട് ആ ഭാഗത്ത് ചുറ്റുഭാഗത്തുള്ള ഏറ്റവും മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന വീടുകളിലേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവിടുത്തെ ഒറ്റപ്പെട്ട അവിടുത്തെ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ചില ആളുകൾക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരുപാട് കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ അവരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഒരു സേവനം പോലെ ചെയ്തു കൊടുക്കാൻ ഒരു ആരുമില്ലാത്ത, അവരുടെ വീട്ടിലാരുമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മുടെ ഈ ഒരു സേവനം ചെറിയൊരു കൈത്താങ്ങായിട്ട് മാറുന്നത്. വലിയൊരു സേവനങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അവരുടെ പ്രയാസങ്ങൾ കേൾക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതാണ് നമ്മുടെ ചെറിയ പ്രവർത്തനം. ഇത് കൂടുതൽ ആളുകൾക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്, കൂടുതൽ ആളുകൾക്ക് വലിയൊരു ഉപകാരപ്രദമാക്കേണ്ടതുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഊർജിതമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തന പരിപാടി ആവിഷ്കരിക്കുകയാണ്. നമ്മൾ ഓരോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, അവരുടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത നിരവധി ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് നല്ല സന്നദ്ധ സംഘടനകളുണ്ട്. ഒരുപാട് മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതേപോലെ തന്നെ സാമൂഹിക സംഘടനകൾ, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ അവസ്ഥ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് ഭക്ഷണവും വസ്ത്രവും ഒക്കെ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ അതിലൂടെ ഉണ്ടാകാൻ സാധിക്കും. നമ്മളൊരു നിമിത്തമായിട്ട്, നമ്മൾ അതിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട്, നമ്മൾ സാമ്പത്തികമോ അല്ലെങ്കിൽ നമ്മൾ വലിയ നേട്ടങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാതെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൈത്താങ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ. ദിവസവും നമ്മൾ ഏകദേശം 5-8 കുടുംബങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് പല വീഡിയോസും നമുക്ക് എടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ഇതിൽ ഞാൻ മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു പ്രവർത്തനമല്ല. പക്ഷേ ചുരുങ്ങിയ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ കുറഞ്ഞ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ട് നമുക്ക് പല ഓഫീസുകളിലേക്കും നമുക്ക് ദിവസവും കയറി ചെല്ലേണ്ട സാഹചര്യമുണ്ട്, പല ആളുകളുടെ പ്രയാസങ്ങളുമായിട്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അതിനൊരു നമുക്കൊരു കൂടുതൽ പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസും സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. നിങ്ങളെ ഓരോരുത്തരും നമ്മുടെ കൂടെ നിൽക്കുക. കാരണം നമ്മൾ ഇത് ചെല്ലുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രമല്ല കേട്ടോ, അർഹതപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങൾ, കാരണം പെൻഷൻ അടക്കമുള്ള, അതേപോലെ തന്നെ ക്യാൻസർ പെൻഷൻ അടക്കമുള്ള, അതേപോലെ തന്നെ മറ്റു പല ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന, ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു എളിയ പ്രവർത്തനം. ഒറ്റപ്പെട്ട ഒരുപാട് മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള സഞ്ചരിക്കുന്ന ഓഫീസ് സംവിധാനം, നമുക്ക് ഒരുപാട് ദൈനംദിന ചെലവുകൾ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് വരുന്ന അപേക്ഷകൾക്ക് സമർപ്പിക്കേണ്ട ചെലവുകൾ, അതേപോലെ തന്നെ വിവിധ ഓഫീസുകൾ സഞ്ചരിക്കേണ്ട ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. പക്ഷേ നമ്മളൊരു രൂപ പോലെ ഒരാളിൽ നിന്ന് പിരിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നില്ല. 100% ഇതിലേക്ക് വരുന്ന ചെലവുകളും ഒക്കെ നമ്മൾ തന്നെയാണ് വഹിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ദൈനംദിന കൂലിയിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ദൈനംദിനം ഇതിലേക്ക് മാറ്റി വെക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ, യുവത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമയവും നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാരുടെ പ്രാർത്ഥന കേട്ടോ. കാരണം നമ്മുടെ നല്ലൊരു സമയവും നമ്മളെ ദൈനംദിന ചെറിയ കൂലിയുടെ ഒരു ഭാഗവും നമ്മൾ ഇതിലേക്ക് മാറ്റിവെച്ച് ഒറ്റപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവർക്ക് ആ ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ അവർക്കത് നേടിക്കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും അവരിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥനയുമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾക്കാണ് ഇത് വലിയൊരു കൈത്താങ്ങായിട്ട് മാറുന്നു എന്നറിയുന്നത്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും ഒക്കെ തുടർന്നും നമുക്ക് വേണം.